ഐ എം സോറി. പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ അങ്ങനെ പറയരുത് മദർ. മദർ ഈ കുപ്പായൊന്ന് ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാഖമാർ ഞങ്ങളെ കൈവെടിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക് ബോർഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാ ഇവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ വൈഎംസിയിൽ താമസിപ്പിച്ചേനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം മാതൃ പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവാ. തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ടു തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ആ സിസ്റ്റർ, ഈ കുട്ടിയെ വാസന്തിയുടെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കോളൂ. വരൂ. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഏട്ടൻ നാളെ രാവിലെ വരാം. എന്റെ കുട്ടി. ഏത് കുട്ടി? എനിക്കില്ലാത്ത മോൻ നിനക്കെന്തിനടി? എന്റെ മോഹത്ത് ആറ്റത്തിപ്പിടി ഇവിടെ ഇറങ്ങിപ്പോയൻ അവൻ. അവൻ എന്റെ മോനല്ല, ശത്രുവാണ്, ആജന്മ ശത്രു. അവൻ എവിടെയെങ്കിലും പോയി തൊലട്ടെ. തൊലയാൻ പോണത് നിങ്ങളാ. കുടുംബവും കുട്ടികളൊന്നും ഇല്ലെങ്കിലും അച്ഛനും മക്കളും പരസ്പരം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് ബഹുമാനിക്കേണ്ടതെന്ന് എനിക്കും അറിയാം. തന്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണമെന്ന പ്രമാണം. ഒരു നല്ല വാക്ക് ഇന്നുവരെ അവനോട് പറഞ്ഞിട്ടുണ്ടോ? പരിഹാസത്തോടെയല്ല താൻ ഇന്നുവരെ അവന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അവനും തന്നെ പോലെ ഒരാണാ. അവന്റെ മൂക്കിന് താഴെയുള്ളത് മീശ തന്നെയാ. അത് വളരെ നല്ല കാര്യല്ലേ. ആ മീശയും പിടിച്ചോണ്ട് ഉള്ള കാലം മുഴുവൻ ജീവിക്കാമല്ലോ. പേങ്കോന്തൻ. തനിക്കറിയില്ല കൈമളെ, അവനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ ഞാൻ. കുറേയേറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ തന്തമാരും അങ്ങനെ തന്നെയാണോ? താൻ പൂങ്കിനാവ് കണ്ടത് ആഗ്രഹിച്ചു, അതൊക്കെ അവന്റെ തെറ്റാണോ? എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. ഇയാളൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ ഒറ്റയറ്റയും പറഞ്ഞിരിക്കാണ്ട് മാഷെങ്കിലും പോയി അന്വേഷിക്കണുണ്ടോ? പെറ്റ വയറിനെ അതിന്റെ ദണ്ണ അറിയൂ. മിണ്ടിപ്പോരുത്. എഴുതി തള്ളിതാ ഞാൻ അവനെ. ഓട്ടെ. എവിടെ പോകാനാ? ചെമ്മീൻ തുള്ളിയാ ചട്ടി വരെ. ആ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലും ഉള്ളത് വിറ്റോ പണയം വെച്ചോ നിന്ന് കഴിയുമ്പോ കോടിച്ചി പട്ടിയെ പോലെ കയറി വരും അവൻ. അതെനിക്ക് ഉറപ്പാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാണും. അവന്റെ തന്തയാ പറയുന്നേ. ആ തന്തയുടെ മോൻ തന്നെ അവനും. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ തന്റെ മുന്നിൽ വരണേലും ഭേദം ഒരു മുഴം കയറില്ല ജീവനം ഒടുക്കിയാൽ മതിയെന്ന് അവർക്ക് തോന്നിയാലോ? അയ്യേ, ഏട്ടൻ പോയെന്ന് പറഞ്ഞിരുന്ന കരയ്യ. നാളെ ഫോർഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ട ആളല്ലേ? നാണക്കേടാണ് കേട്ടോ. ദേ, ഈ പറയണ ഏട്ടനൊരു പെണ്ണ് കെട്ടട്ടെ, അപ്പൊ കാണാം ഈ പെങ്ങളെ തിരിഞ്ഞു നോക്കൂടില്ല. താൻ വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയാതെ കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. രക്ഷിക്കണേ. ഇന്നലെ രാത്രി എവിടെയാ കിടന്നത്? എന്തേ? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അതാ രാവിലെ വരാൻ വൈകിയത്. ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റില്ല. കൊതുകടിയും മൂട്ടടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മഞ്ഞുള്ളത് ഉറങ്ങാൻ പറ്റി. നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലം. വാടകയും വേണ്ട. എവിടെയാ? പോലീസ് ലോക്കപ്പില്. എന്നെ ഇന്നലെ രാത്രി പോലീസ് പൊക്കി. എന്താ ഇത്? നീ കാരണമൊന്നുമല്ല. പറയല്ലേ, കണ്ണുടയ്ക്ക്. എന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു. അതങ്ങനെ അവിടെ തീർന്നു എന്ന് കരുതുക. അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ഇവിടുത്തെ സ്ഥലം എസ് ഐ പോലീസുകാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാ.
അപ്പോഴേ എന്നും ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ കൂടെ കറങ്ങി നടന്നാൽ ശരിയാവില്ല. എനിക്ക് ഉടനെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അതുകൊണ്ട് 1-2 ആഴ്ചക്ക് നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണ്ട. ജോലിക്ക് പോണില്ലേന്ന് അവര് ചോദിച്ചാലോ? നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോർഡ് കമ്പനിയിൽ നമുക്ക് വേണ്ടി ഒരു MD കൂടി സൃഷ്ടിക്കുന്നു. എന്ന് വെച്ചാൽ MD ടൂറിലാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരൂ. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീ അങ്ങോട്ട് പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇനി അഥവാ എന്തെങ്കിലും അവര് പറഞ്ഞാൽ തന്നെ ഒന്ന് കരഞ്ഞു കാണിച്ചേക്കണം. സെന്റിമെന്റ്സിൽ അവര് വീഴും. എന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് കുട്ടേട്ടന് കഷ്ടകാലല്ലേ? അയ്യേ, എന്താ ഈ പറയണേ? മാലുവിനെ കല്യാണം കഴിച്ചതിന് ശേഷമാ എനിക്ക് മുതിർന്ന ഒരാളാണെന്നുള്ള ബോധം വന്നു തന്നെ. ആ യൂണിഫോമിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ആശ്വാസായി. ഇപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെൻഷൻസ് അനുഭവിക്കുമ്പോ ഞാനൊരു ചങ്കുറ്റുള്ള ആണാണെന്ന് തോന്നുന്നു. പഴയതൊന്നും മറക്കാൻ സമ്മതിക്കില്ല കുട്ടികള്. സ്കൂളിലെ കളിപ്പേരാ. ഏറ്റവും മൂത്ത ആള് ഞാനായിരുന്നോണ്ട് മൂത്താപ്പന്ന് വിളിക്കുക. കുട്ടികളുടെ ഒരു കാര്യം ഭയങ്കര. ഈ ക്വാളിഫിക്കേഷൻ വെച്ച് എന്ത് ജോലിയാണോ എനിക്ക് തരിക? എന്ത് ജോലിയായാലും മതി സാർ. ഇവിടെ ഇപ്പോ ഒരു ഓഫീസ് അറ്റൻഡർ വേക്കൻസി ഉണ്ട്. പക്ഷേ എനിക്ക് നേരിട്ട് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. ബോർഡ് മീറ്റിംഗ് വെച്ച് അപ്രൂവൽ വാങ്ങണം. മാത്രമല്ല ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. ജീവനക്കാരുടെ സാലറി ബാങ്കിൽ നിന്ന് കൊണ്ടുവരിക, അതാത് ദിവസത്തെ കളക്ഷൻ ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. ഇൻ ഷോർട്ട്, യു ആർ ഗോയിങ് ടു ഹാൻഡിൽ എ ലോട്ട് ഓഫ് മണി. കമ്പനിക്ക് കൂടെ വിശ്വാസമുള്ള ഒരാള് തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ല, സാറിനെ കമ്പനിക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. എന്നാ പിന്നെ സാറിന് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്തൂടെ? ആള് കൊള്ളാമല്ലോ. ഒരു പരിചയമില്ലാതെ ഞാനെങ്ങനെയാ തന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊരു പരിചയമില്ലേ? അത് വെച്ചിട്ട്. എവിടെയാ തന്റെ വീട്? ചുനങ്ങാട്. ചുണങ്ങാട് അമ്പലത്തിന്റെ തൊട്ടടുത്താ. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്റർ നമ്പീശൻ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അറിയൂ? അറിയും. എങ്ങനെ? അച്ഛനാ. ഓ, ഐ സി. നമ്പീശിന്റെ പെങ്ങൾ സരസ്വതിയുടെ കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് അത്രക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. ഞാനെന്ന് അമ്മയുടെ ഒക്കത്താ. That's very funny. I like your sense of humor. അതെ, നമ്പീശിന്റെ മകന് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ജോലി വേണം? എത്ര കാലാന്ന് വിചാരിച്ച അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്ക. സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ ഈവനിങ് കോളേജ് ചേർന്ന് ഡിഗ്രി എടുക്കാം, ആരും ബുദ്ധിമുട്ടിക്കാണ്ട്. എനിക്ക് എങ്ങനെ ജീവിക്കാൻ ഇഷ്ടം. That's good. You are very practical. I like it. തന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനാണ് ഇന്ന് ഇന്ത്യക്ക് ആവശ്യം. തനിക്കറിയോ, ജപ്പാനിലെ കുട്ടികൾ മാതാപിതാക്കന്മാരെ ആശ്രയിക്കാറില്ല. ചുനങ്ങാട്ടെ കുട്ടികളും. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ ദെൻ, ബോർഡ് മീറ്റിംഗിൽ തന്റെ കാര്യം ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാം. 1-ാം തീയതി ജോയിൻ ചെയ്തക്കവണ്ണം റെഡി ആയിട്ട് വന്നോളൂ. ഓക്കെ? താങ്ക് യു സാർ. ഓക്കെ മിസ് ഓമനക്കുട്ടൻ, അടുത്ത ബോർഡ് മീറ്റിംഗിൽ നിങ്ങളുടെ കാര്യം ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. 1-ാം തീയതി ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വന്നോളൂ. ആ ബോർഡ് മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ. അടുത്ത 1-ാം തീയതി മുതൽ ഓമനക്കുട്ടൻ ഒരു ഉദ്യോഗസ്ഥനാവുന്നു. എല്ലാ 30-ാം തീയതികളിലും ശമ്പളം കിട്ടുന്നു. പിന്നെ നമ്മളൊരു കൊച്ചു വീട് വാടകയ്ക്ക് എടുക്കുന്നു. അവിടെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നു. കുടുംബനാഥൻ മിസ്റ്റർ ഓമനക്കുട്ടൻ. അപ്പഴേ എന്റെ കുടുംബനാഥൻ ചേട്ടാ, ജോയിൻ ചെയ്യാൻ ഇനി 28 ദിവസമുണ്ട്. അതുവരെ എങ്ങനെ തള്ളി നീക്കും? അതിപ്പം 28 വരെ. മാക്ഡോവൽ. ബ്രാൻഡി കുടിക്കാൻ പോവാ? അല്ലല്ല, ഒരു വഴി തെളിയുന്നുണ്ട്. ഓക്കെ, നോട്ട് ബാഡ്. ഞാനാണോ? താനല്ല, ശോഭന. പിക്ചറിന്റെ ഷാർപ്നെസ് കുറച്ചും കൂടെ കൂട്ടണം. അത് ഞാൻ പെട്ടെന്ന് വരച്ചോണ്ടാ. ഇനി ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കരുത്. സമയം എടുത്ത് നീറ്റ് ആയിട്ട് വരയ്ക്കണം. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് ഈസി. റോഡ് സൈഡിൽ നിന്ന് ശാലിനിയും ശോഭനയും ഒക്കെ ആളുകളെ നോക്കി സ്മൈൽ ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ സ്മൈൽ ചെയ്ത ആൾക്കാർ വട്ടാന്ന് വിചാരിക്കും. അല്ല, ശോഭന ശാലിനൊക്കെ ഞാൻ ഇങ്ങനെ ചിരിപ്പിക്കാം. വെരി ഗുഡ്. ആ സ്മൈൽ കണ്ട് ജനങ്ങൾ കടയിലേക്ക് അങ്ങ് തള്ളിക്കറണം. മനസ്സിലായോ? ആയിക്കോട്ടെ. ഓക്കെ. താൻ ഇവിടെ എന്റെ ഹെൽപ്പറായിട്ട് കൂടിക്കോളൂ. എവിടെയാ താമസം? ഒന്നും ആയിട്ടില്ല. ഓ, ആ ഷെഡില് പായ വിരിക്കാൻ 6 feet സ്ഥലം എടുക്കാം. What is the height? 5'8". Okay, then 6 is enough. പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ?
ദാറ്റ് മീൻസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ. ബാക്കി $300 ശമ്പളവും തരും. ഓ നാൻസി, വാട്ട് ഈസ് ദിസ്? എന്തിനാ ഇതൊക്കെ ഇപ്പൊ എടുത്തോണ്ട് വന്നത്? ആ അമ്മയുടെ കയ്യിൽ കൊടുത്തയച്ചാ പോരായിരുന്നോ? സ്ട്രെയിൻ ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഡാർലിംഗ്? ഓ ലീവ് ഇറ്റ് ഡാർലിംഗ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഓക്കെ. നോ 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 നോ. വാട്ട് ഈസ് ദിസ് ടേണിംഗ് ലൈക്ക് ദിസ് വാക്കിംഗ്? യു മസ്റ്റ് വാക്ക് സ്ലോലി ഡാർലിംഗ്, സ്ലോലി, ലൈക്ക് ദിസ്. യു നോ ഷീ ഈസ് ക്യാരിയിങ്. ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം. ഷീ ലോസ്റ്റ് 2 kids only because of her carelessness. See, what I am trying to tell you, ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോ യു ആർ മൈ ഓഫീസ് ബോയ്. ഞാൻ പെയിന്റ് ചെയ്യുമ്പോ താൻ എന്റെ പെയിന്റിംഗ് ഹെൽപ്പർ. ഫ്രീ ആയിരിക്കുമ്പോ നാൻസിയുടെ ഹെൽപ്പർ. ബസാറിൽ പോവാ, സാധനങ്ങൾ വാങ്ങിക്കുക. ഓക്കെ? ആ രാമു, ഇയാൾക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് മുതലാളി പറഞ്ഞ റൂം. രമ്പ ചേച്ചി, എന്നെ സഹായിക്കണേ. വരയ്ക്കുമ്പോ തെറ്റിപ്പിക്കരുതേ. നീ ഇതുപോലെ ചിരിച്ചാ പോരാ, നല്ല സ്മൈൽ വേണം. ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചാലേ ആ വട്ടം റൊസാരി ചിരിക്കൂ. റൊസാരി ചിരിച്ചാലേ എനിക്ക് കാശ് കിട്ടൂ. എനിക്ക് കാശ് കിട്ടിയാലേ എന്റെ മാലു ചിരിക്കൂ. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ഗാർഡിയൻസിനോട് വിവരം പറയണം. എന്താ ഡോക്ടർ, എന്ത് പറ്റി മാലതിക്ക്? ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുള്ള ഉറപ്പല്ലേ? അതെ, റെക്കോർഡിൽ മിസ് മാലതി എന്ന് എഴുതിയിരിക്കുന്നത്. ബ്രദറാ ഇവിടെ കൊണ്ടാക്കിയത്. എന്നാ ബ്രദറിനോട് പറഞ്ഞേക്കേ ഈ സിസ്റ്റർ ഗർഭിണിയാണെന്ന്. ആ ചവിട്ടി നിർത്തിക്കോളൂ. ചവിട്ടാണ്ട് വണ്ടി വെക്കുവോ? എത്ര? 20. ഓ, കുട്ടികൾ കളിക്കുന്ന പ്ലെയിനിന്റെ കാശാ. എന്നാ അധികാരം പോടോ. അയ്യോ, പതുക്കെ ലേഡീസ്. ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ പെങ്ങളെന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. എവിടെ അകത്തുണ്ടോ? അകത്തുണ്ടെന്നാ കേട്ടത്. ചുരുണ്ടുകൂടി കിടപ്പാ. അത് പിന്നെ ജോലിക്ക് പോകുന്ന കുട്ടിയല്ലേ, ക്ഷീണം കാണും. അതെ അതെ, വൈറ്റമിൻസ് കൊടുത്താ മതി. എന്താ പാക്കറ്റില്? നല്ല ആദായത്തിന് കിട്ടി. ആപ്പിളും ഹോർലിക്സും. പറഞ്ഞ പോലെ വൈറ്റമിൻ സിയാ. പിന്നെ ഈ സമയത്ത് സിയും ഡിയും തന്നെ വേണം. രക്തം വെക്കാൻ വളരെ നല്ലതാ. കാര്യങ്ങളൊക്കെ ചേട്ടൻ അറിയാമല്ലോ. പിന്നെ അറിയാണ്ട് ആകെ ഒന്നല്ലേ ഉള്ളൂ. അത് പോരെ, നാം ഒന്ന് നമുക്കൊന്നല്ലേ മുദ്രാവാക്യം. നിയമം തെറ്റിക്കണ്ട കേട്ടോ. ഏത് നിയമം? ഇവിടുത്തെ നിയമം. ആപ്പിള് വാങ്ങി വന്നിരിക്കുന്നു പെങ്ങളെ കാണാൻ. അവക്കിപ്പോ വേണ്ടത് ആപ്പിളല്ല, നല്ല പുളിയമാങ്ങയാ. എവിടെയാടോ പുന്നാര പെങ്ങൾക്ക് ജോലി? ഫോർഡ് കമ്പനിയില്. എന്തേ? ഫോർഡല്ല, റോഡ് കമ്പനിയില്. ഈ സ്ഥാപനത്തെ കുറിച്ച് താൻ എന്താ വിചാരിച്ചേ? ഞാൻ ഐസ്ക്രീം പാർലർ നടത്താമെന്ന് കരുതിയോ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടോ രണ്ടിനെയും? എന്തിന്? എന്തിനെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇറങ്ങി പോടോ. സിസ്റ്ററെ, എനിക്ക് മാലുനൊന്ന് കാണണം. താൻ കണ്ടോ? പക്ഷെ അവളിവിടെ ഇല്ല. കണക്ക് തീർത്താൻ നിമിഷം തന്നെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു. അകത്ത് പോ എല്ലാരും. ഇതുപോലുള്ളവന്മാരുടെ കണ്ണി പെട്ടുപോയ എല്ലാം കഴിഞ്ഞു. വരട്ടെ കുട്ടേട്ട, കുട്ടേടത്തിയോട് അന്വേഷണം പറയണേ. ഞാൻ മാലുവിനെ കണ്ടു. എവിടെ? സ്കൂളിന്റെ ഒരു കാര്യത്തിന് വേണ്ടി രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയതാ. അപ്പോണ്ട് മാലു ബസ് സ്റ്റോപ്പിൽ പകച്ചു നിൽക്കണം. വിവരങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഓമനക്കുട്ട, ഇനിയും സമയം വൈകിട്ടില്ല. നീ ദുർവാശികളെ ഇവളെയും കൂടി വീട്ടിലേക്ക് പോവാ. എന്തിനാ? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഓമനക്കുട്ട, വേണ്ട മാഷെ. ഒരു മകന്റെ മുഖത്തൊക്കെ ഒരു അച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇനി അങ്ങോട്ട് തിരിച്ചു പോകാൻ വയ്യ. ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നിങ്ങൾ എന്റെ കൂടെ വരിക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാൽ നിന്റെ അച്ഛൻ അനുസരിക്കൂടാ. വേണ്ട. മാഷിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മാലുവിന് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് വെച്ചാ
എവിടാ ഇനിയിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കുക? കുറച്ചു കാലത്തേക്ക് മതി. അതിനുള്ളൊരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കാം. ആ, ഒരു വീടുണ്ട് സിറ്റിക്ക് പുറത്താ. എന്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഭർത്താവും അവിടെ താമസിക്കണേ. ലേശം പ്രായമുണ്ട്, എന്നാലും ഒരു മുത്തശ്ശോളം വരില്ല. മക്കളൊക്കെ അങ്ങ് അമേരിക്കല. അവർക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. വിരോധം ഇല്ലാന്ന് വെച്ചാ ആക്ച്വലി ഹോം നേഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല. വയസ്സായി എന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമളിന് അറിഞ്ഞൂടെ ദുർഗെ? ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. അല്ല, പണ്ട് വളരെ ചെറുപ്പായിരുന്നു പറഞ്ഞാ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ തുടങ്ങിയ സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമളിന്റെ വിശ്വാസമില്ലേ, ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്, താനോ? ഞാനല്ല, മാലതി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ തീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളു അടിക്കരുതെന്ന്? കേട്ടോ അയ്മളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഇസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയിലെ MD ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസാ ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിനെ കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴും ആരും വേണ്ട. പക്ഷെ ഇങ്ങേരെ കണ്ണ് തെറ്റിയാൽ എവിടുന്നാ സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ട് ഇവിടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കിൽ കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളൂ. പിന്നെ കറണ്ട് പോയാ വല്ലപ്പോഴൊന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥല. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്കൊന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമ്മേ, ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വരൂ, വന്ന് കിടന്നോളൂ. ആ, പതുക്കെ. ആ, കുട്ടിയുടെ ബാഗും സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്തു വെച്ചോളൂ. ആ വന്നേ. പതുക്കെ. ഇങ്ങനെയുണ്ടോ? ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും വേലക്കാരിയല്ലേ മാഷേ? നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എന്താ അത്? നമ്മുടെ വീട്ടിലായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് ഞാനങ്ങ് കരുതിയേക്കാം. എനിക്ക് ഒരു വിഷമമില്ല കുട്ടേട്ടാ. എന്നും ഞാൻ വന്ന് കാണാം. എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും.